അടുത്ത എക്സ്പെരിമെൻ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബാങ്കേഴ്സ് അൽഗോരിതം ഫോർ ഡെഡ് ലോക്ക് അവോയ്ഡൻസ്. ഈ ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം കംപ്ലീറ്റ്ലി ഫ്രീസിങ് പോയിന്റിലേക്ക് പോകുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു കുറച്ച് പ്രോസസ്സസ് കുറച്ച് റിസോഴ്സസിനെ ആക്സസ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട പ്രോസസ്സുകളാണെങ്കിൽ ഈ ആൾറെഡി അതിനകത്തുള്ള റിസോഴ്സസിനെ പല പ്രോസസ്സുകൾ അതിൻ്റെ പോർഷൻസ് കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷൻ. ഒരു പ്രോസസ്സിന് മോർ ദാൻ വൺ റിസോഴ്സസ് വേണമെങ്കിൽ പല പല റിസോഴ്സസുകളുടെ പല പല പ്രോസസ്സുകളുടെ കയ്യിലായിരിക്കാം ഈ റിസോഴ്സുകൾ ഓരോന്നും ഇരിക്കുന്നത്. അപ്പം എല്ലാ പ്രോസസ്സുകൾക്കും അതിന് റിക്വയർഡ് നമ്പർ ഓഫ് റിസോഴ്സസ് കിട്ടുന്നില്ല എങ്കിൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ വില്ലിങ്ങും അല്ല എങ്കിൽ, ആ സിസ്റ്റം വിൽ ബി ഗോയിങ് ടു എ ഡെഡ് ലോക്ക് കണ്ടീഷൻ, ഒരു ഫ്രീസിങ് കണ്ടീഷൻ. ഇതിനെ നമ്മൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാൽ ആ സിസ്റ്റം പിന്നെ മൂവ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് ഫങ്ഷൻ ചെയ്യില്ല. പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അത് നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇതെല്ലാം ഒരു ഹാങ്ങിങ് സ്റ്റേജിലേക്ക് പോകുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ പ്രോസസ്സുകളിലുള്ളിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി എടുക്കുന്നൊരു പ്രിക്കോഷൻ, അതാണ് നമ്മൾ ബാങ്കേഴ്സ് അൽഗോരിതം എന്ന് പറയുന്നത്. ഈ ബാങ്കേഴ്സ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിങ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ്. അതുകൊണ്ടാണ് അതിനെ ബാങ്കേഴ്സ് അൽഗോരിതം എന്ന് പറയുന്നത്. അതായത് ഒരു ബാങ്കിൽ ഒരു n നമ്പർ ഓഫ് ഡെപ്പോസിറ്റേഴ്സ് ഉണ്ടായിരിക്കുകയും ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണി എടുത്ത് കുറച്ച് ആൾക്കാർക്ക് ലോൺ കൊടുക്കുകയും ചെയ്താൽ, ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ ഈ ഡെപ്പോസിറ്റേഴ്സ് എല്ലാം അവരുടെ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യുന്നൊരു കണ്ടീഷൻ വരുമ്പോൾ ആ എമൗണ്ട് കസ്റ്റമേഴ്സ്, അതായത് ലോൺ കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെ കയ്യിലാണ് ഇരിക്കുന്നതെങ്കിൽ ബാങ്ക് വിൽ ബി ഇൻ എ ഫ്രീസിങ് കണ്ടീഷൻ. ബാങ്ക് ഒരു കൊളാപ്സിലേക്ക് പോകുന്ന അവസ്ഥയിലെത്തും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണി അല്ല എടുത്ത് ലോൺ ചെയ്യുന്നത്. ഇപ്പം ഒരു ബാങ്കിനുള്ളിൽ 1.5 crores ആണ് അവരുടെ ടോട്ടൽ ക്യാപിറ്റൽ അസറ്റെങ്കിൽ അതിലൊരു 50 lakhs ആയിരിക്കാം ഡെപ്പോസിറ്റേഴ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഡെപ്പോസിറ്റ്. ബാക്കി 1 crore എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ ഓൺ ഫണ്ടാണ്, അത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റാണ്. അപ്പോൾ ഒരു 50,000 ലോണ് പല പല കസ്റ്റമേഴ്സിന് ആയിട്ട് ബാങ്ക് കൊടുക്കുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഈ ഡെപ്പോസിറ്റേഴ്സിൽ നിന്ന് വാങ്ങിയ മണി ആയിരിക്കില്ല ഒരു ബാങ്കുകാർ കൊടുക്കുന്നത്. അത് ബാങ്കിൻ്റെ ഓൺ ഫണ്ടായിരിക്കും കൊടുക്കുന്നത്. അതല്ലാതെ ഡെപ്പോസിറ്റേഴ്സിൽ നിന്ന് വാങ്ങുന്ന മണി ആണ് ലോണായിട്ട് കൊടുക്കുന്നതെങ്കിൽ അതൊരു മണി കളക്ട് ചെയ്ത് വേറൊരാളിന് കൊടുക്കുന്നൊരു കണ്ടീഷൻ. എപ്പോഴെങ്കിലും ഈ ഡെപ്പോസിറ്റേഴ്സ് അവരുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നൊരു കണ്ടീഷൻ വരുമ്പോൾ ബാങ്ക് ഒരു അൺസർട്ടനിറ്റി കണ്ടീഷനിലേക്ക് പോകും. ആ ബാങ്ക് ഫങ്ഷൻ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് പോകും. കാരണം കംപ്ലീറ്റ് പൈസയും മറ്റുള്ള ലോൺ കൊടുത്തിരിക്കുന്ന ആളുടെ കയ്യിലായി പോകും. അവർ തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ ഈ ഡെപ്പോസിറ്റേഴ്സിൻ്റെ പൈസ കൊടുക്കാൻ പറ്റത്തില്ല. അതൊരു ഫ്രീസിങ് കണ്ടീഷനിലേക്കും ബാങ്ക് വിൽ ബി ഇൻ കൊളാപ്സ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനല്ല ബാങ്കിങ് സിസ്റ്റത്തിനകത്ത് വരുന്നത്. ബാങ്കിങ് സിസ്റ്റത്തിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മണി അല്ല അവരെടുത്ത് ലോൺ കൊടുക്കുന്നത്, അവരുടെ ഓൺ ഫണ്ട് എടുത്താണ് ലോൺ. അപ്പോൾ ഡെപ്പോസിറ്റേഴ്സ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പൈസ അവർക്ക് ആ നിമിഷം അവർക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ബാങ്ക് ഫങ്ഷൻ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു അൽഗോരിതമാണ് ബാങ്കിങ് സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനാണ് ബാങ്കേഴ്സ് അൽഗോരിതം എന്ന് പറയുന്നത്. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഈ ഒരു ടെക്നിക്കാണ്
നമ്മൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എത്താതിരിക്കാൻ വേണ്ടി അവോയ്ഡൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ റിസോഴ്സസും പ്രോസസ്സുമാണ് ബാങ്കിങ്ങിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 റിസോഴ്സസ് ഉണ്ട്. റിസോഴ്സ് 1, R1, R2, R3 എന്ന് പറയുന്നത് ഈ 3 റിസോഴ്സാണ്. ഇതൊരു സിസ്റ്റത്തിനകത്ത് നമ്മുടെ ഈ വർക്ക് ചെയ്യുന്നൊരു സിസ്റ്റം, നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്യുന്ന റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെമ്മറി, ഹാർഡ് ഡിസ്ക്, പ്രിൻ്റർ, അങ്ങനെ ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന അതർ ഡിവൈസസ്, അതായത് ഏത് പ്രോസസ്സിനും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസസുകളെ അല്ലെങ്കിൽ ആ ഒരു കമ്പോണൻസിനെ നമ്മൾ റിസോഴ്സസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഏത് പ്രോഗ്രാമിനും ഈ റിസോഴ്സസ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്ന 3 റിസോഴ്സസാണ് R1, R2, R3. ആ ഓരോ റിസോഴ്സിൻ്റെയും ടോട്ടൽ നമ്പർ ഓഫ് എത്ര റിസോഴ്സസാണ് സിസ്റ്റത്തിൽ അവൈലബിൾ ആണെന്നുള്ളതാണ് ഈ എഴുതിയിരിക്കുന്നത്. R1 ഫസ്റ്റ് റിസോഴ്സ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ 10 ആണ്. R2 എന്ന് പറയുന്ന റിസോഴ്സ് ടോട്ടൽ 5 ഉണ്ട്. R3 എന്ന് പറയുന്ന റിസോഴ്സ് ടോട്ടൽ 7 ഉണ്ട്. അങ്ങനെ 3 റിസോഴ്സ് ഡിഫറെൻറ്റ് നമ്പേഴ്സിൽ ഈ സിസ്റ്റത്തിൽ അവൈലബിളാണ്. ഇനി നമ്മുടെ സിസ്റ്റത്തിനകത്ത് റൺ ചെയ്യുന്ന പ്രോസസ്സുകൾ 5 എണ്ണമാണ്. P1, P2, P3, P4, P5. ഇങ്ങനെ 5 റിസോഴ്സസ് ഉണ്ട്. ഈ ബാങ്കേഴ്സ് അൽഗോരിതം വഴി എങ്ങനെയാണ് ഇത് പ്രോപ്പർ ഡെഡ് ലോക്കിലേക്ക് കണ്ടീഷനിലേക്ക് പോകാതെ ഈ റിസോഴ്സുകളെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് ഈ പ്രോസസ്സുകൾ ഫങ്ഷൻ ചെയ്യുന്നു പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റിലെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഈ മെട്രിക്സ്, അതായത് 3 കോളംസും 5 റോസും ഉള്ള ഈ ഒരു മെട്രിക്സ്. ഈ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റിസോഴ്സ് അലോക്കേഷൻ മെട്രിക്സ്. അതായത് ഈ P1, P2, P3, P4, P5 പ്രോസസ്സുകൾക്ക് ഇനിഷ്യലി അതിന് കിട്ടുന്ന റിസോഴ്സസുകൾ എത്രയാണെന്നുള്ള ഒരു ഇൻഫർമേഷനാണ് ഇവിടെ കിടക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ P1 റിസോഴ്സ് 1 ഒന്നുമില്ല. റിസോഴ്സ് 2 എന്ന് പറഞ്ഞാൽ ഒരെണ്ണമുണ്ട്. റിസോഴ്സ് 3 എന്ന് പറഞ്ഞാൽ 0 ആണ്. നമ്മൾ റാം, ഹാർഡ് ഡിസ്ക്, പ്രിൻ്റർ എന്ന് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ റാം 0, ഹാർഡ് ഡിസ്ക് 1, പ്രിൻ്റർ 0. ഇത് ഞാനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ P2 എന്ന് പറയുന്ന പ്രോസസ്സ്, അതൊരു രണ്ടാമതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിന് കിട്ടിയിരിക്കുന്ന റിസോഴ്സ് 2, R1 2, R2 0, R3 0. അതുപോലെ P3ക്ക് R1 3, R2 0, R3 2. P4 R1 2, R2 1, R3 1. P5 R1, R2 0 ആണ്. R3 മാത്രം 2. അങ്ങനെ ഇത്രയും റിസോഴ്സസ് ആൾറെഡി ഈ ഓരോ പ്രോസസ്സിൻ്റെയും കയ്യിലുണ്ട്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ R1 എന്ന് പറഞ്ഞാൽ 10 എണ്ണം ഉണ്ട്, R2 എന്ന് പറഞ്ഞാൽ 5 എണ്ണം ഉണ്ട്, R3 എന്ന് 7 എണ്ണം ഉണ്ട്. ഇതിൽ നിന്ന് കുറേശ്ശെയാണ് ഓരോ പ്രോസസ്സിന് ഈ 5 പ്രോസസ്സിനകത്ത് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ആദ്യമേ ഇനിഷ്യലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ റിസോഴ്സസിൻ്റെയും ടോട്ടൽ എടുത്ത് നോക്കുക. അപ്പോൾ ഓരോ പ്രോസസ്സിൻ്റെ കയ്യിലായിട്ട് എത്ര റിസോഴ്സസാണ് ഇരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ R1 എന്ന് പറഞ്ഞ റിസോഴ്സ് ഈ 5 പ്രോസസ്സുകളിലായിട്ട് 7 എണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടലാണ് 3 + 2 + 2 7. അതുപോലെ R2 എന്ന് പറയുന്ന റിസോഴ്സ് 5 പ്രോസസ്സുകളിലായിട്ട് 2 എണ്ണം ഇരിക്കുന്നത്. R1 P1-1, ദെൻ P4-1, ബാക്കിയുള്ളതിന് 0 ആണ്. അതുപോലെ R3 എന്ന് പറഞ്ഞ റിസോഴ്സ് ഈ 5 പ്രോസസ്സുകളിലായിട്ട് ഇരിക്കുന്നത് 5 എണ്ണമാണ്. 2 + 1 + 2 അങ്ങനെ 5 എണ്ണം. മൊത്തം 7 എണ്ണമുള്ളത് 5 എണ്ണം ഈ 5 പ്രോസസ്സുകളിലായിട്ട് ഇരിപ്പുണ്ട്. R2 എന്ന് പറഞ്ഞാൽ 5 എണ്ണമാണുള്ളത്, അതിൽ 2 എണ്ണം ഈ 5 പ്രോസസ്സുകളിലായിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ R1 എന്ന് പറഞ്ഞാൽ 10 എണ്ണം ഉണ്ട്, അതിൽ 7 എണ്ണം ഈ 5 പ്രോസസ്സുകളിലായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് നിലവിൽ ഓരോ ഓരോ പ്രോസസ്സും അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന റിസോഴ്സും അതിൻ്റെ ടോട്ടൽ കൗണ്ടും ഈ ഇരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ പ്രോസസ്സ് P1, P2, P3, P4, P5 ഈ ഓരോ പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന്
ആവശ്യമായ ടോട്ടൽ മാക്സിമം നമ്പർ ഓഫ് റിസോഴ്സസ് എത്ര, അതായത് P1 കണ്ടിന്യൂ ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് R1 എന്നുള്ള റിസോഴ്സ് 7 എണ്ണം വേണം, R2 എന്നുള്ള റിസോഴ്സ് 5 എണ്ണം വേണം, R3 എന്നുള്ള റിസോഴ്സ് 3 എണ്ണം വേണം. പക്ഷേ ഈ ഇനിഷ്യലി അതിനിപ്പോൾ അലോക്കേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് 0യും 1ഉം 0യും ആണ്. അതായത് രണ്ടാമത്തെ റിസോഴ്സ് മാത്രം 5 എണ്ണം വേണ്ട റിസോഴ്സത്തിൽ 1 ഉണ്ട്, ബാക്കി 7 വേണ്ട 6 എണ്ണം 0 ആണ്, R3 3 എണ്ണം വേണ്ടെടുത്ത് അതും 0 ആണ്. ആകെ ഉള്ളത് ഒരു റിസോഴ്സേ ഉള്ളൂ, R2 എന്നുള്ള റിസോഴ്സ്, അതിൽ 5 എണ്ണം വേണ്ടെടുത്ത് 1 ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് മാക്സിമം നമ്പർ ഓഫ് റിസോഴ്സസ് ഒരു പ്രോസസ്സിന് ആവശ്യമായ ഉള്ളത്. അതുപോലെ P2 എന്നുള്ള പ്രോസസ്സിന് വേണ്ടത് R1 റിസോഴ്സ് 3 വേണം, R2 എന്നുള്ള 2 വേണം, R3 എന്നുള്ള 2 വേണം. അതുപോലെ P3ക്ക് 902, P4ന് 422, P5ന് 533. ഇങ്ങനെ ഇത്രയും റിസോഴ്സസ് ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇനിയും വേണം, എങ്കിൽ മാത്രമേ ഇത് റൺ ചെയ്യാം. അപ്പോൾ P1 റൺ ചെയ്യണമെങ്കിൽ അതിൽ ഇനി എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ R1 വേണ്ടത് 7, ഉള്ളത് 0. മനസ്സിലായില്ലേ? അപ്പം R1ന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സ് നീഡഡ് എന്ന് പറഞ്ഞാൽ 7 എണ്ണം വേണം. P1ന് 7 R1 എന്നുള്ള റിസോഴ്സ് വേണം. അതുപോലെ P1ന് R2 എന്നുള്ള റിസോഴ്സ് 5 എണ്ണമാണ് വേണ്ടത്, അതിൽ അവൈലബിൾ 1 ആണ്. മനസ്സിലായില്ലേ? ബാക്കി നമുക്ക് വേണ്ടത് 5 - 1 4 നമ്പേഴ്സ് ഇനിയും വേണം. അതുപോലെ R3 3 വേണ്ടത്, അവൈലബിൾ 0 ആണ്. അപ്പോൾ 3 - 0 എന്ന് പറഞ്ഞാൽ 3 റിസോഴ്സസ് വീണ്ടും വേണം. അങ്ങനെ P2ൻ്റെ ഇതുപോലെ നോക്കുക. P2ന് 2 0 0 ആണ് ഉള്ളത്. നമുക്ക് അതിനകത്ത് മാക്സിമം വേണ്ടത് R1 3 വേണം, R2 2 വേണം, R3 2 വേണം. നിലവിലുള്ളത് R1 മാത്രം 2. അപ്പം അതിനകത്ത് ആവശ്യമുള്ളത് R1 എത്ര ആവശ്യമുണ്ടെന്ന് 3 ആൾ വേണം, ടോട്ടൽ വേണം, അവിടെ 2 എണ്ണം ഉണ്ട്, ബാക്കി പിന്നെ ആവശ്യമുള്ളത് 1 ആണ്. അതുപോലെ R2 2 എണ്ണം വേണം, ഇവിടെ നമുക്ക് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ 0 ഉള്ളൂ, അപ്പം നമുക്ക് ഇനിയും 2 എണ്ണം വേണം. അതുപോലെ R3 2 ആണ് ടോട്ടൽ വേണ്ടത്, അലോക്കേഷൻ 0 ആണ്, അപ്പോൾ 2 - 0 എന്ന് പറഞ്ഞാൽ 2 ഇനിയും വേണം. അങ്ങനെ R3 9 - 3 6 വേണം. അതുപോലെ 0 - 0 0, അവിടെ R2 എന്ന് പറഞ്ഞാൽ P3 എന്നുള്ള പ്രോസസ്സിന് R2 എന്നുള്ള റിസോഴ്സ് നമുക്ക് വേണ്ടത് 0 ആണ്. അപ്പോൾ ഇവിടെ അലോക്കേഷൻ 0 ആണ്, നമുക്ക് ആവശ്യമുള്ളത് 0 ആണ്. R3 എന്നുള്ള പ്രോസസ്സ് 2 ആണ് വേണ്ടത് മാക്സിമം, നമുക്ക് അലോക്കേഷൻ 2 ആണ് ഉള്ളത്. അപ്പോൾ 2 വേണ്ടടുത്ത് 2 തന്നെ ഉണ്ട്, അപ്പോൾ അവിടെ എക്സ്ട്രാ ആവശ്യമില്ല, 0 മതി. അപ്പോൾ 2 - 2 എന്ന് 0 ആണ്. അടുത്ത P4 എന്നുള്ള പ്രോസസ്സിൽ മാക്സിമം വേണ്ടത് 4 ആണ്, നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് 2 ആണ്. അപ്പോൾ റിമൈനിങ് 4 - 2 എന്നുള്ള 2 ആണ് ഉള്ളത്, ആവശ്യമായിട്ടുള്ളത്. അതുപോലെ R2 എന്നുള്ള റിസോഴ്സ് 2 ആണ് മാക്സിമം വേണ്ടത്, 1 അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 - 2 - 1 ആൾറെഡി അല്ല 1 ഇനിയും വേണം. അതുപോലെ R3 എന്നുള്ള റിസോഴ്സ് മാക്സിമം 2 ആണ് വേണ്ടത്, 1 ആൾറെഡി ഉണ്ട്. അപ്പോൾ 2 - 1 ഇനിയും അലോക്കേഷൻ വേണം. അതുപോലെ P5 എന്നുള്ള പ്രോസസ്സിന് മാക്സിമം 5 ആണ് വേണ്ടത്, 0 ഉള്ളൂ, അപ്പോൾ നമുക്ക് 0 ഉള്ളൂ, അപ്പോൾ ഇനിയും വേണ്ടത് 5 ആണ്. അതുപോലെ 3 റിസോഴ്സ് നമ്പർ 2 വേണ്ടത് 3, നമുക്ക് ഉള്ളത് 0, അപ്പം വീണ്ടും 3 നമ്പേഴ്സ് വേണം. അടുത്ത R3 എന്നുള്ള റിസോഴ്സ് 3 മാക്സിമം വേണം, നമ്മളിൽ 2 ഉണ്ട്, അപ്പോൾ ഇനി ആകെ ഒരെണ്ണം മതി, 3 - 2 എന്നുള്ള 1 മതി. അപ്പോൾ ഇതാണ് നമ്മളെ നീഡ് മെട്രിക്സ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് അലോക്കേഷൻ മെട്രിക്സ്, ഇത് മാക്സിമം മെട്രിക്സ്, മാക്സിമം റിസോഴ്സസിൻ്റെ മെട്രിക്സ്, ഇത് ഇനി അഡീഷണലി വേണ്ട റിസോഴ്സുകളുടെ മെട്രിക്സ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇനീഷ്യലി ഉള്ള ഇൻഫർമേഷൻ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് റിസോഴ്സസും അലോക്കേഷനും ഉണ്ടെങ്കിൽ റിസോഴ്സ് നീഡഡ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇതേ മൈനസ് ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഇനിഷ്യലി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഇതുമാണ് നമ്മളങ്ങോട്ട് കൊടുക്കുന്നത്. ടോട്ടൽ റിസോഴ്സസുകളുടെ എണ്ണം, ഓരോ റിസോഴ്സസിൻ്റെയും ടോട്ടൽ കൗണ്ട് എത്ര എന്ന് ആദ്യം കൊടുക്കുന്നു,
ദെൻ ഓരോ പ്രോസസ്സ് എത്രയാണ്, ടോട്ടൽ പ്രോസസ്സ് എത്രയാണ്, ആ ഓരോ പ്രോസസ്സിൻ്റെയും അലോക്കേഷൻ മെട്രിക്സ് ആദ്യം കൊടുക്കുന്നു. ദെൻ മാക്സിമം നമ്പർ ഓഫ് മെട്രിക്സ് എന്നുള്ളത് രണ്ടാമത് കൊടുക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ നീഡ് മെട്രിക്സ് കണ്ടുപിടിക്കുന്നു, എത്രയാണ് ഇനി ആവശ്യമുള്ളതെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 10 എണ്ണം ആൾറെഡി R1 ഉണ്ട്, R2 5 R3 7 മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ടോട്ടൽ 10 എത്ര റിസോഴ്സ് അലോക്കേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ആൾറെഡി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന 7 നമുക്കുള്ളത് 10. ബാക്കി റിമൈനിങ് എത്രയാണ്? കറണ്ട് ബാലൻസ് ഈ 10 - 7 3 കയ്യിലുള്ളത്. നമുക്ക് കയ്യിലുള്ളത് 3. R1 എന്ന റിസോഴ്സ് 3. അതുപോലെ R2 മാക്സിമം 5 നമുക്ക് അലോക്കേഷനിലൂടെ 2 കിട്ടിയിട്ടുണ്ട്. അപ്പം 5 - 2 3 നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ R3 എന്ന് പറഞ്ഞാൽ 7 ടോട്ടൽ കൗണ്ട് ഉണ്ട്. അലോക്കേഷനിൽ വഴി കിട്ടിയിരിക്കുന്നത് 5. അപ്പം ഇനി നമ്മളെ ബാലൻസ് ആയിട്ടിരിക്കുന്നത് 7 - 5 2 ബാലൻസ് ആയിട്ട് യൂസ് ചെയ്യാതിരിപ്പുണ്ട്. അപ്പോൾ R1 എന്ന് പറഞ്ഞാൽ 3 റിസോഴ്സസ് അവൈലബിൾ ആണ്, R2 എന്ന് പറയുന്നത് 3 റിസോഴ്സ് അവൈലബിൾ ആണ്, R3 എന്ന് പറയുന്നത് 2 റിസോഴ്സസും അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഇവിടെ ഈ ബാങ്കേഴ്സ് അൽഗോരിതം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കറൻ്റ്ലി അവൈലബിൾ 332, അതായത് R1 3 R2 3 R3 2 നമ്മളിവിടെ നോക്കുക. ഓരോന്നിൻ്റെയും നീഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി നമുക്ക് ഈ പ്രോസസ്സ് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമായ റിസോഴ്സസുകളാണ് ഈ കിടക്കുന്നത്. R1 എന്ന് പറഞ്ഞാൽ 7 വേണം, നമ്മളതിൽ പക്ഷേ 3 അവൈലബിൾ ഉള്ളൂ, മനസ്സിലായില്ലേ? R2 എന്ന് പറഞ്ഞാൽ 4 വേണം, നമുക്കിടയിൽ 3 ഉള്ളൂ. R3 എന്നുള്ളത് 4 വേണം, നമ്മളതിൽ 2 ഉള്ളൂ. അപ്പം ഒരു കാരണവശാലും ഈ കറൻ്റ്ലി അവൈലബിൾ റിസോഴ്സസ് എല്ലാം കൂടെ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലും P1 വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ ഉള്ളത് 0 0യോട് 3 ആഡ് ചെയ്യാനേ പറ്റുള്ളൂ, അപ്പോഴും 4 ഷോർട്ടായതാണ്. ഒരെണ്ണമെങ്കിലും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ട കാര്യമില്ല, നോക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നു, ഈ P2 എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് വരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ R1 1 വേണം, R2 2 വേണം, R3 2 വേണം. R1 1 വേണ്ടടുത്ത് നമ്മളതിൽ ആൾറെഡി 3 ഉണ്ട്, അപ്പം R1 പ്രശ്നമില്ല. അതുപോലെ R2 2 വേണ്ടടുത്ത് നമ്മൾ ആൾറെഡി 3 അവൈലബിൾ ആണ്, അപ്പോൾ R2 പ്രശ്നമില്ല. R3 3 വേണ്ടടുത്ത് R3 2 വേണ്ടടുത്ത് നമുക്ക് 2 ഉണ്ട്, അപ്പോൾ അതും പ്രശ്നമില്ല. അപ്പം നിലവിലെ അവൈലബിലിറ്റി വെച്ചിട്ട് ഈ P2 എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. കാരണം ഈ ഇരിക്കുന്ന അവൈലബിൾ പ്രോസസ്സ് കറൻ്റിലി അവൈലബിൾ പ്രോസസ്സ് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യത്തിനുള്ളത് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ബാക്കി വരും. അപ്പോൾ ഇത്രയും പ്രോസസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറൻ്റ്ലി അവൈലബിൾ ആണെങ്കിൽ P2 എന്നുള്ള പ്രോസസ്സ് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അവൈലബിൾ ആണ്. നിലവിൽ 1 2 2 വേണ്ടടുത്ത് നമുക്ക് 3 3 2 ഉണ്ട്. അപ്പം റിസോഴ്സസ് P2 റൺ ചെയ്യാനുള്ള റിസോഴ്സ് ആൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സ് ഈ റിസോഴ്സുകളെല്ലാം ആവശ്യമുള്ള റിസോഴ്സെല്ലാം ഇതിനകത്ത് കൊടുക്കുന്നു, P2 എക്സിക്യൂട്ട് ചെയ്യുന്നു. P2 വൺസ് ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോസസ്സുകളെയും അത് എല്ലാ റിസോഴ്സുകളെയും അത് റിലീസ് ചെയ്യും. കാരണം അതിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞു, ഇനി അതിൻ്റെ കയ്യിൽ റിസോഴ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വൺസ് ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോൾഡ് ചെയ്തിരിക്കുന്ന എല്ലാ റിസോഴ്സസുകളെയും അത് റിലീസ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ പ്രോസസ് സേവ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഈ 1 by 1 ആയിട്ട് ഏതൊക്കെ പ്രോസസ്സുകളാണ് റൺ ചെയ്യണമെന്നുള്ള ഒരു സീക്വൻസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇനിഷ്യലി നമുക്ക് നോക്കാം P1 വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് ഇനഫ് റിസോഴ്സസ് അവൈലബിൾ അല്ല നമ്മളതിൽ. P2ന് ഇനഫ് റിസോഴ്സസ് നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ ഇവിടെ റൺ ചെയ്യാൻ പോകുന്നത് P2 ആണ്. ഇവിടെ P2 റൺ ചെയ്യുമ്പോൾ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്രോസസ്സ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹോൾഡ് ചെയ്തിരിക്കുന്ന എല്ലാ റിസോഴ്സസിനെയും റിലീസ് ചെയ്യുന്ന റിസോഴ്സുകളെല്ലാം ഇവിടെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസോഴ്സ് നമുക്ക് ഫ്രീ ആയി കിട്ടി, അത് നമ്മളെ കറൻ്റ്ലി അവൈലബിളിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ ഈ ഒരു പ്രോസസ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്ന എല്ലാ
റിസോഴ്സുകളെയും നമ്മളിവിടെ റിലീസ് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്ത് കയറ്റുന്നു. അപ്പോൾ ഇത് നിലവിൽ 3 ആണുള്ളത്, അതിൻ്റെ കൂടെ ഈ 2 ആഡ് ചെയ്യുമ്പോൾ ഇത് 5 ആയി മാറും. നിലവിൽ 3 ആണുള്ളത്, ഇവിടെ 0 ആണുള്ളത്, അപ്പോൾ 3 തന്നെയാണ്. നിലവിൽ 2 ആണുള്ളത്, ഇവിടെയും 0 ആണ്, അപ്പം 2 തന്നെയാണ്. അപ്പോൾ 5 3 2 എന്നാവും അടുത്ത് നടക്കുക. അപ്പോൾ ഞാനിവിടെ P2 എന്നുള്ള പ്രോസസ്സിന് സേഫ് സീക്വൻസിനായിട്ട് റൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന പ്രോസസ്സുകളെ അത് റിലീസ് ചെയ്യും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 200 ഇവിടെ റിലീസായി, ഇവിടെ ഇരുന്ന് 200 ഇവിടെ റിലീസ് ചെയ്ത് വന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന കണ്ടില്ലേ, ഇവിടെ നേരത്തെ 3 ആണ് ഇരുന്നത്, 3 + 2 എന്നുള്ള 5 ആയി മാറി. ബാക്കി രണ്ടും 3ഉം 2ഉം തന്നെയാണ്, കാരണം ഇത് 2 0 ആണ്. ഒരു പ്രോസസ്സ് റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളുടെ എണ്ണം കൂടി, കാരണം ഇത് റിലീസ് ചെയ്തിരിക്കുന്ന ഈ പ്രോസസ്സ് ഹോൾഡ് ചെയ്തിരുന്ന റിസോഴ്സ് റിലീസായി. അപ്പോൾ 5 3 2 ആയി. വീണ്ടും നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് നടക്കുന്നു, P3യിലേക്ക് പോകുന്നു. P3യിൽ വരുമ്പോൾ 600 ആണ് നമുക്ക് വേണ്ടത്, നമ്മളതിൽ 532 ഉള്ളൂ. അപ്പോൾ ഇത് 6 വേണ്ടടുത്ത് ഇവിടെ തന്നെ 5 ഉള്ളൂ, അപ്പോൾ അത് നടക്കത്തില്ല. ദെൻ അടുത്തതിലേക്ക് പോകുന്നു, P4ൽ വരുമ്പോൾ 2 1 1 ആണ് ഇരിക്കുന്നത്. അപ്പോൾ 2 1 1, ഒന്നാമത്തെ പ്രോസസ്സ് 2 മതി, രണ്ടാമത്തെ പ്രോസസ്സ് 1 മതി, മൂന്നാമത്തെ പ്രോസസ്സ് 1 മതി. പക്ഷെ നമ്മൾക്ക് അതിലും കൂടുതൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സ് റണ്ണാവും, P4 എന്ന് പറയുന്ന പ്രോസസ്സ് റണ്ണാവും. ഈ P4 റണ്ണാവുമ്പോൾ P4 ഹോൾഡ് ചെയ്തിരിക്കുന്നത് എല്ലാം റിലീസാവും. റിലീസ് ചെയ്യുന്ന ഓരോ പ്രോസസ്സും ഇതിനകത്ത് റിസോഴ്സ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇവിടെ നിലവിൽ 5 ആണുള്ളത്, 5 + 2 എന്ന് പറഞ്ഞാൽ 7 ആയി മാറും. ഇത് 3 ആണുള്ളത്, 3 + 1 എന്ന് പറഞ്ഞാൽ 4 ആയി മാറും, അത് 7 4. ദെൻ 2 + 1 എന്ന് പറഞ്ഞാൽ 3 2 + 1 എന്ന് പറഞ്ഞാൽ 3 ആയി മാറും. അപ്പം 7 4 3 എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടൽ അവൈലബിൾ റിസോഴ്സിലേക്ക് മാറും. അപ്പോൾ ഞാനിവിടെ P4 എന്ന് പറഞ്ഞ പ്രോസസ്സ് റൺ ചെയ്യാൻ സേഫ് സീക്വൻസി കൊടുത്തു, കണ്ടില്ലേ 7 4 3. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ റിസോഴ്സ്, കാരണം ഇത് റിലീസ് ചെയ്തേക്കണം 2 1 1 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് P2 റിലീസ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നമ്മൾ ഇതിൻ്റെ കൂടെ നേരത്തെ കിടന്ന വാല്യൂൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിൽ 7 4 3 റിസോഴ്സസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് അടുത്ത റൺ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ P4 ഒത്തി ദെൻ P5 എന്നുള്ള പ്രോസസ്സിലേക്ക് കയറുന്നു. അവിടെ വേണ്ടത് 5 3 1 ആണ്. 5 3 എന്ന് 1 എന്ന് പറയുന്ന നമ്പർ ഓഫ് റിസോഴ്സാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമുക്ക് കയ്യിൽ ആൾറെഡി അതിലും കൂടുതൽ ഉണ്ട്. 5 വേണ്ടടുത്ത് 7 ആണ് ഇരിക്കുന്നത്, 3 വേണ്ടടുത്ത് 4 ആണ് ഇരിക്കുന്നത്, 1 വേണ്ടടുത്ത് 3 ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഇനഫിൽ അവൈലബിൾ റിസോഴ്സസ് ആണ്. അപ്പോൾ ഈ P5 എന്ന് പറയുന്ന പ്രോസസ്സും നമുക്ക് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ P5 എന്ന് പറയുന്ന പ്രോസസ്സ് റൺ ചെയ്യുക. അപ്പോൾ P5 റൺ ചെയ്യുമ്പോൾ അത് ഹോൾഡ് ചെയ്തിരിക്കുന്ന റിസോഴ്സ് റിലീസാവും. അപ്പോൾ ഇവിടെ R1 0 ആണുള്ള, R2 0 ആണ്, R3 മാത്രം 2 ഉണ്ട്. അപ്പോൾ നമ്മൾ നിലവിലെ R3 കൂടെ ഈ 2 ആകുന്നു. അപ്പം 7 4 5 എന്നാവും. നോക്കാം, കാണില്ലേ 7 4 5 ഇത് റിലീസായി. ഇനി വീണ്ടും കറങ്ങി അടുത്തതിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എക്സിക്യൂട്ടീവ് വന്നതാണ്, എക്സിക്യൂട്ടീവ് വന്ന് നമ്മളിപ്പോൾ ലാസ്റ്റിലെത്തിയിട്ട് വീണ്ടും ആദ്യത്തിലേക്ക് കയറുന്നു. ഇവിടെ വരുമ്പോൾ നമ്മൾ 7 4 3 ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആൾറെഡി 7 4 5 ഉണ്ട്. അപ്പോൾ ഈ പ്രോസസ്സ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ റിസോഴ്സ് മാത്രമേ അത് ഹോൾഡ് ചെയ്തിട്ടുള്ളൂ, അത് റിലീസാവും. അപ്പോൾ ഇത് 7 5 5 എന്നായി മാറും. അപ്പോൾ നമ്മൾ റൺ ചെയ്യുന്നത് P1 എന്ന് പറയുന്ന റിസോഴ്സാണ്, പ്രോസസ്സാണ് റൺ ചെയ്യുന്നത്. 7 5 5 ആയി മാറും. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത റൺ ചെയ്യുന്ന പ്രോസസ്സ് P2 P4 P5 P1 അടുത്ത് നമുക്ക് റൺ ചെയ്യേണ്ട പ്രോസസ്സ്. ഇത് ആൾറെഡി P2 റൺ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് P3 ആണ്. P3യിൽ വരുമ്പോൾ 600 ആണ് ഇവിടെ വേണ്ടത്. നമ്മളതിൽ 7 5 5 ഉണ്ട്, അത് ഇനഫ് ആൻഡ് മോറാണ്. അപ്പോൾ ഈ പ്രോസസ്സ് P3 എന്നുള്ള പ്രോസസ്സ് റൺ ചെയ്യും. P3 റൺ ചെയ്യുമ്പോൾ അത് ഹോൾഡ് ചെയ്തിരിക്കുന്ന റിസോഴ്സസ് റിലീസ് ചെയ്യുമ്പം ആദ്യം R1 എന്ന് പറഞ്ഞാൽ 3 ആണ് ഇരിക്കുന്നത്, നമ്മളതിലുള്ളത് 7 + 3 എന്ന് പറഞ്ഞാൽ 10 ആയി മാറും. R2 എന്ന് പറഞ്ഞാൽ 0 ആണ്, നമ്മളതിലുള്ളത് 5 ആണ്, 5 + 0 എന്ന് പറഞ്ഞാൽ 5 ആണ്. R3 എന്ന് പറഞ്ഞ റിസോഴ്സ് 2 ആണ്, നമ്മളതിലുള്ളത് 5 ആണ്, 5 + 2 എന്ന് പറഞ്ഞാൽ 7 ആയി മാറും.
അപ്പോൾ 10, 5, 7 ആയി മാറും P3 വന്നുമ്പോൾ. കണ്ടില്ലേ 10, 5, 7. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ P1, P2, P3, P4, P5 അങ്ങനെ എല്ലാ പ്രോസസ്സും റൺ ചെയ്ത് കഴിയുമ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസുകൾ തന്നെയായിരിക്കും ഈ ടോട്ടൽ റിസോഴ്സ്. കണ്ടില്ലേ 10, 5, 7. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ നമ്മൾ ബാങ്കേഴ്സ് അൽഗോരിതം വെച്ച് പ്രോസസ് സേഫ് സീക്വൻസ് ഏതെന്ന് വെച്ചാൽ P2, P4, P5, P1, P3 ഈ ഓർഡറിൽ ഇത് എക്സിക്യൂട്ട് ചെയ്ത് പോകും. ഡെഡ് ലോക്ക് ഉണ്ടാകത്തുമില്ല. അപ്പോൾ ഇതാണ് ബാങ്കേഴ്സ് അൽഗോരിതം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇത് നിങ്ങൾ വേറെ വാല്യൂസ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്തായാലും ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇത് എങ്ങനെ പ്രോഗ്രാം വഴി ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് നോക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ മാത്രം ഞാൻ ഈ കാണിക്കുന്ന പ്രോഗ്രാം നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തായാലും നമുക്കിനി അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം. നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ഫയലിൻ്റെ പേര് bank.c എന്ന് കൊടുത്തു. നമുക്ക് ഹെഡർ ഒരെണ്ണേ ഉള്ളൂ. stdio.h കൊടുക്കുക. നമ്മൾ മെയിൻ സ്റ്റാർട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്കറിയാം, നമുക്ക് വേണ്ട കുറച്ച് അറേയ്സ് ഉണ്ട്. ഒന്ന് നമ്മൾ റിസോഴ്സസ്, ടോട്ടൽ റിസോഴ്സസും അതിൻ്റെ കൗണ്ട്, എത്ര റിസോഴ്സസാണ് നമുക്ക് ടോട്ടലി ഉള്ളത്, അതും അതിൻ്റെ കൗണ്ടും ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇത് ടോട്ടൽ റിസോഴ്സസ്. ദെൻ ഇവിടെ നമുക്ക് അലോക്കേഷൻ മെട്രിക്സ് ഉണ്ട്. എത്ര റിസോഴ്സസാണ് ഓരോ പ്രോസസ്സിനും അലോട്ട് ചെയ്യുക. പിന്നെ എത്ര നമ്പർ ഓഫ് പ്രോസസ്സ് എന്നുള്ളതും ഇവിടെ നമുക്കുണ്ട്. ടോട്ടൽ പ്രോസസ്സ് എത്ര എന്നുള്ളതും നമ്മളിൽ ഉണ്ട്. അടുത്ത് നമുക്ക് മാക്സിമം എത്ര നമ്പർ ഓഫ് റിസോഴ്സസാണ് ഓരോ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടതെന്നുള്ളത് ഈ ഒരു ഇൻഫർമേഷനും ഉണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇനിയാണ് നീഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തരുന്നത് ഈ ടോട്ടൽ തരും. ടോട്ടൽ ഓരോ റിസോഴ്സസിന് ടോട്ടൽ കൗണ്ട് തരും. ഓരോ റിസോഴ്സസും ഓരോ പ്രോസസ്സിന് എത്ര റിസോഴ്സസ് ആണ് അലോക്കേഷൻ നടത്തിയിരിക്കുന്നതെന്നുള്ളത് കിട്ടും. ദെൻ അത് ഫുൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ട മാക്സിമം നമ്പർ ഓഫ് റിസോഴ്സസ് എത്രയെന്നുള്ളത് നമ്മൾ കൊടുക്കണം. ഇത് ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് നീഡ് എത്രയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ കറക്റ്റ്, അതായത് ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമത്തിൽ നിന്ന് അലോക്കേഷൻ സബ്ട്രാക്ട് കഴിഞ്ഞ് നീഡ് നമുക്ക് കിട്ടും, നീഡ് മെട്രിക്സും കിട്ടും. അപ്പോൾ ഇത്രയും മെട്രിക്സുകൾ നമുക്ക് ഇനീഷ്യലി വേണം. അത് നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇത് 2 dimensional, ഇത് 2 dimensional, ഇത് 2 dimensional. ഇത് നമുക്ക് ടോട്ടൽ എന്ന് പറഞ്ഞ സിംഗിൾ ഡയമെൻഷനൽ മെട്രിക്സ് ആണ്. ഞാൻ അതിൻ്റെ കറസ്പോണ്ടിങ് അറ ഇടുകയാണ്. ഇപ്പോൾ ഇത് നമ്മൾ റിസോഴ്സസുകളുടെ കൗണ്ടാണ്. അത് നമ്മളൊരു സിംഗിൾ ഡയമെൻഷനൽ അറയാണ് റിസോഴ്സ്. റിസോഴ്സ് എന്നുള്ള അറേ നമ്മൾ വയ്ക്കുന്നു. ഞാനൊരു 50 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇനിഷ്യൽ വാല്യൂ എല്ലാം 0 ആക്കാൻ വേണ്ടി ഇനിഷ്യലി 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് റിസോഴ്സുകളെല്ലാം 0 ആയി മാറും. ഇനി നമുക്ക് വേണ്ടത് ഇത് അത് കഴിഞ്ഞ് അലോക്കേഷൻ മെട്രിക്സ് ആണ് നമുക്ക് വേണ്ടത്. അലോക്കേഷൻ മെട്രിക്സ്. ഇപ്പോൾ നമ്മൾ അലോക്കേഷൻ മെട്രിക്സ് കൊടുക്കുന്നു. അതിന് ഒന്ന് അലോക്ക് എന്ന് പറയുന്ന പേര് കൊടുത്തിട്ട് അതൊരു 2 dimensional മെട്രിക്സ് ആണ്. ഞാൻ 50 × 50 ഓർഡറിൽ ആണ് ഞാൻ കൊടുക്കുന്നത്. 50 × 50 എന്ന ഓർഡറിലാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇനിഷ്യലി എല്ലാ വാല്യൂസിനും ഇതിൻ്റെ ഫുൾ വാല്യൂസിനെ ഞാൻ 0 ആക്കി സെറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വാല്യൂസും 0 ആയി മാറും. ഇനി അടുത്തത് തന്നെ മാക്സിമം റിസോഴ്സസ് എത്രയാണ്, അതിൻ്റെ മാക്സ് എന്നുള്ള മെട്രിക്സ്, അതും 50 × 50 ഒരു 2 dimensional അറയിൽ കൊടുത്തു. അതും ഇനിഷ്യലി 0 ആക്കി സെറ്റ് ചെയ്യുന്നു.
ഇനി വേണ്ടത് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പ്രോസസ്സ് എത്രയാണെന്നുള്ളത് എടുക്കുക. ഇപ്പം ഞാൻ NOP എന്ന് കൊടുത്തു. എത്ര നമ്പർ ഓഫ് റിസോഴ്സസ് എന്നുള്ളത് അതൊരു വേരിയബിളായിട്ട് കൊടുക്കുന്നു. NOR എന്നുള്ള വേരിയബിൾ എടുത്തു. ഇനി നമുക്കിവിടെ വരുമ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള എത്ര റിസോഴ്സസ്, അതൊരു സിംഗിൾ ഡയമെൻഷണൽ അറേയാണ്. അതിനും കൂടെ ഞാനൊരു മെട്രിക്സ് ഒരു അറേ വയ്ക്കുന്നു. അവൈലബിൾ അവൈലബിളിനെ ഷോർട്ട് ചെയ്ത് ഇങ്ങനെ എഴുതി അവൈലബിൾ. അതൊരു 50 എന്ന് കൊടുത്തു. ഇനിഷ്യലി 0 ആക്കി വയ്ക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും വേരിയബിൾ അറേയ്സ് ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മൾ ചോദിക്കുന്നത് ഇവിടെ നമ്മൾ എത്ര നമ്പർ ഓഫ് പ്രോസസ്സുകൾ എത്ര ഉണ്ടെന്ന് നോക്കുക. എത്ര നമ്പർ ഓഫ് പ്രോസസ്സ് അതാദ്യം നമ്മൾ കൊടുക്കുക. printf എൻ്റർ ടോട്ടൽ പ്രോസസ്സ് എത്ര എന്നുള്ളത് എൻ്റർ ചെയ്യാൻ പറയുന്നു. അത് നമ്മൾ സ്കാൻ ചെയ്യുക. scanf %d %NOP ആണ് നമ്പർ ഓഫ് പ്രോസസ്സ്. അപ്പോൾ എത്ര നമ്പർ ഓഫ് പ്രോസസ്സ് എന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് വേണ്ടതെന്നുള്ളത് അപ്പോൾ ഇത് ഇത്രയും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് റിസോഴ്സസുകൾ എത്ര നമ്പർ ഓഫ് റിസോഴ്സസ് അത് ഉപയോഗിക്കുക. printf എൻ്റർ ടോട്ടൽ റിസോഴ്സസ് അതും കൂടെ റീഡ് ചെയ്യുക. scanf %d %NOR റിസോഴ്സസ് കൊടുക്കുക. ഇത്രയും നമ്മൾ റീഡ് ചെയ്തു. ഇനി നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ 1 by 1 ആയിട്ട് ഈ മെട്രിക്സ് അങ്ങ് റീഡ് ചെയ്യുക. അലൊക്കേഷൻ മെട്രിക്സ് നമുക്ക് റീഡ് ചെയ്യാം. ഇത് റീഡ് ചെയ്യാം നമ്മൾ. അപ്പോൾ ഇത് 2 ഡയമെൻഷണൽ അറേയാണ്. അപ്പോൾ നമ്മൾ ഒരു റോയിലുള്ള ഫുൾ കോളം ആദ്യം റീഡ് ചെയ്യും. അപ്പോൾ ഒരു റോയിൽ ദെൻ അടുത്ത റോയിലെ ഫുൾ കോളം റീഡ് ചെയ്യും, അടുത്ത റോയിലെ ഫുൾ കോളം. അപ്പോൾ നമ്മൾ മെട്രിക്സിൻ്റെ അതേ ഫോർമുല. അപ്പോൾ ഇവിടെ വേരിയബിൾ 2 വേരിയബിൾ വേണം, 2 ലൂപ്പും വേണം. മെട്രിക്സ് ആയതുകൊണ്ട് 2 വേരിയബിളും 2 ലൂപ്പും ഞാൻ IN J എന്നുള്ള 2 കൊടുത്തു. for I is equal to 1, I less than or equal to number of process. ഇങ്ങോട്ട് പോകും. എത്ര നമ്പർ ഓഫ് റോസ് എന്നുള്ളതാണ് നമ്പർ ഓഫ് പ്രോസസ്. ദെൻ I പ്ലസ് ഇതൊരു ലൂപ്പ്. ദെൻ അതിനകത്തുള്ള ഓരോ കോളം എന്ന് പറഞ്ഞാൽ 1 2 3 എത്ര നമ്പർ ഓഫ് റിസോഴ്സസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് കോളംസ് ഇതിനകത്ത് കാണും. അപ്പം അടുത്തൊരു വേരിയബിൾ ഫോർ J is equal to 1, J less than or equal to number of resources J plus plus. അപ്പോൾ ഇതൊരു 2 ഡയമെൻഷണൽ ഫോർമാറ്റിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ സ്കാൻ ചെയ്യുന്നു. scanf ഇവിടെ നമ്മൾ ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നില്ല. നമ്മുടെ ബ്രേസസ് കൊടുക്കുന്നില്ല. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിനുള്ളതും ബ്രേസ് കൊടുക്കേണ്ട കാര്യമില്ല. scanf %d %. ഇത് അലോക്കേഷൻ മെട്രിക്സ് ആണ്. അപ്പോൾ അലോക്ക് എന്ന് പറഞ്ഞാൽ IJ ഇതാണ് റീഡിങ്, അലോക്കേഷൻ മെട്രിക്സിൻ്റെ റീഡിങ്. മനസ്സിലായില്ലേ? അപ്പോൾ അലോക്കേഷൻ മെട്രിക്സ് കഴിഞ്ഞു. ഇനി നമ്മൾ മാക്സിമം റിസോഴ്സസ് റെഡി ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു മെസ്സേജ് വേണമെങ്കിൽ കൊടുക്കാം. നമ്പർ ഓഫ് റിസോഴ്സസ് കഴിഞ്ഞിട്ട് റിസോഴ്സ് അലോക്കേഷൻ മെട്രിക്സ്. അലോക്കേഷൻ മെട്രിക്സ് എൻ്റർ ചെയ്യാൻ പറയുന്നു. അത് നമ്മൾ 1 by 1 ആയിട്ട് താഴെ എൻ്റർ ചെയ്യും. ഇനി അടുത്ത് നമ്മൾ printf എൻ്റർ മാക്സിമം റിസോഴ്സസ് മാട്രിക്സ്. മാക്സിമം റിസോഴ്സ് മെട്രിക്സ് നമ്മൾ ഈ റിസോഴ്സ് മെട്രിക്സ് എൻ്റർ ചെയ്യാനാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഓരോ പ്രോസസ്സിനും വേണ്ട മാക്സിമം നമ്പർ ഓഫ് റിസോഴ്സ്. അപ്പോൾ അവിടെ ഇത് 2 ഡയമെൻഷണൽ അറേയാണ്. for I is equal to
1 I less than or equal to n of p I plus plus. For j is equal to 1, j less than or equal to n of r, j plus plus. ഇവിടെ നമ്മൾ സ്കാൻ ചെയ്യുക. സ്കാൻ എഫ് പെർസെൻറ്റേജ് ഡി കോമ ആംപർസാൻഡ് നമ്മളെ മാക്സ് ആണ് മെട്രിക്സ് ഐ കോമ ഐ ജെ. ഇതാണ് നമ്മൾ റീഡ് ചെയ്തത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പ്രോസസ്സിൻ്റെ ഇത്രയും ഓരോ പ്രോസസ്സും റീഡ് ചെയ്ത് വെച്ചു. ദെൻ ഈ 1 by 1 ആയിട്ട് ഒരു റോ ഈ ഒരു റോ ഫുള്ള് എൻ്റർ ചെയ്ത് കഴിക്കുമ്പോൾ ഈ 573 എന്ന് പറഞ്ഞാൽ ഓരോ 1 by 1 ആയിട്ട് എൻ്റർ ചെയ്യുമ്പോൾ 5 എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഈ 0 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 5ൽ നിന്ന് 0 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നീഡ് മെട്രിക്സ് കിട്ടും. അതായത് മാക്സിമം മൈനസ് അലോക്കേഷൻ. അപ്പോൾ ഞാൻ ഈ ഡാറ്റയാണ് റീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു നമ്പറാണ് റീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം ഇത് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇത് ഓൾറെഡി നമ്മളെ അവൈലബിൾ ആണ്, തൊട്ട് മുമ്പേ ഇരിപ്പുണ്ട്. ഇതിൽ നിന്ന് ഇതങ്ങ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ ഇത് എൻ്റർ ചെയ്യുന്നതിൻ്റെ പാരലായിട്ട് തന്നെ നമുക്ക് നീഡ് മെട്രിക്സ് കണ്ടുപിടിച്ച് പോകാം. പിന്നെ നമ്മൾ വേറെ ലൂപ്പ് എഴുതി ഇത് സബ്ട്രാക്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ആൾറെഡി അവൈലബിൾ ആണ്. ഈ അറേ നമ്മുടെ കയ്യിലുണ്ട്. ഇതിലെ ഓരോ എലമെൻറ്റും കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് 1 by n ആയിട്ട് കറസ്പോണ്ടിങ് എലമെൻറ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഇവിടെ കൊടുക്കാം. അത് നമ്മൾ നീഡ് എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. അത് നമ്മൾ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. നീഡ് അതും ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ ആ മെട്രിക്സിന് 0 നീഡ് എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. ആ നീഡിൻ്റെ ith റോയിലെ jth കോളം ഈസ് ഈക്വൽ ടു ith റോയിലെ jth കോളം ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ചെയ്യുന്നത് മാക്സിമത്തിൽ നിന്ന് ഈ അലോക്കേഷൻ കുറയ്ക്കുക. അപ്പം മാക്സിമം നമ്മൾ ഇവിടെ റീഡ് ചെയ്തു. മാക്സ് ഓഫ് ഐ കോം ജെ മൈനസ് അലോക്ക് ഡോട്ട് ഐ കോം ജെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നീഡ് മെട്രിക്സ് കിട്ടും. അപ്പോൾ ഈ ഒരു എൻട്രി തന്നെ നമുക്ക് നീഡ് മെട്രിക്സ് കൂടെ കണ്ടുപിടിച്ച് പോകാൻ പറ്റും. മനസ്സിലായില്ലേ? അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ റീഡ് ചെയ്യും. ഓരോ റിസോഴ്സസിൻ്റെയും എത്ര ഇൻസ്റ്റൻസ് വെച്ച് നമുക്ക് ടോട്ടലി അവൈലബിൾ ആണെന്നുള്ള കൊടുക്കുക. അത് നമ്മൾ റീഡ് ചെയ്യുക. പ്രിൻ്റ് ഓഫ് നമുക്കറിയാം ടോട്ടൽ 3 റിസോഴ്സിൽ നിന്ന് NOR-നകത്ത് ഇരിപ്പുണ്ട്. ഓരോ റിസോഴ്സിൽ എത്ര എണ്ണം ടോട്ടൽ ഇൻസ്റ്റൻസ് അത് ഉണ്ടെന്നുള്ളത് കൊടുക്കുക. എൻ്റർ ടോട്ടൽ ഇൻസ്റ്റൻസ് ഓഫ് ഈച്ച് റിസോഴ്സ്. അത് നമ്മൾ റീഡ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇതൊരു അറേയാണ്. ആ അറേ റീഡ് ചെയ്യുക. ഫോർ ഐ ഈസ് ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു NOR നമ്പർ ഓഫ് റിസോഴ്സസ് ആണ് വേണ്ടത്. ഐ പ്ലസ് പ്ലസ് ഇത് നമ്മൾ സ്കാൻ ചെയ്യുന്നു. വേണമെങ്കിൽ നമുക്ക് റിസോഴ്സ് 1 റിസോഴ്സ് 2 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. പ്രിൻ്റ് പെർസെൻറ്റേജ് ഡി
R1 എത്ര എന്നുള്ളത് അവിടെ ഡിസ്പ്ലേ വന്നിരിക്കും. നമ്മൾ സ്കാൻ ചെയ്യുക. സ്കാന് %d, ഇത് നമ്മൾ റിസോഴ്സാണ്. ഈ സാധനമാണ് റിസോഴ്സ് ഓഫ് ഐ ന്യൂമറിക്കാണ് ആംപ്രസൻറ്റ് കൊടുക്കുക. ഇതാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഓരോ റിസോഴ്സിൻ്റെ വാല്യൂ, ടോട്ടൽ കൗണ്ട് എത്ര എന്നുള്ളതാണ് നമ്മളിവിടെ റീഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ ഡാറ്റ റീഡിങ് കഴിഞ്ഞു. നമുക്ക് അലോക്കേഷൻ മെട്രിക്സും മാക്സിമം മെട്രിക്സും ദെൻ നീഡ് മെട്രിക്സും നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു. ദെൻ ടോട്ടൽ റിസോഴ്സസും കൊടുത്തു. ഇനി നമുക്ക് അൽഗോരിതത്തിനകത്തേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോഗ്രാമിൽ ഞാൻ ആൾറെഡി ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, നമ്മൾ അലോക്കേഷൻ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഓരോ റിസോഴ്സസിൻ്റെ ടോട്ടൽ എത്രയാണ് ഓരോ എല്ലാ പ്രോസസ്സുകളിലായിട്ട് ഇരിക്കുന്നത്. നമ്മൾ ആൾറെഡി ഇത് റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതും റീഡ് ചെയ്ത് ഇത് കണ്ടുപിടിച്ചു പറ്റും. ഇത് റീഡ് ചെയ്ത് ഇത് ഇത്രയും കഴിഞ്ഞു പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ റിസോഴ്സും ഓരോ പ്രോസസ്സിനകത്ത് എത്ര എണ്ണം വീതം ഇരിക്കുന്നു, അതിൻ്റെ ടോട്ടൽ എത്ര എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഓരോ പ്രോസസ്സിനകത്ത് കൂടെ ചേർന്ന് എല്ലാ പ്രോസസ്സും കൂടെ ചേർന്ന് എത്ര റിസോഴ്സസ് R1 എത്ര കളറിട്ടുണ്ട്, R2 എത്ര എടുത്തിട്ടുണ്ട്, R3 എത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടോട്ടൽ കണ്ടുപിടിച്ച് ഈ ഒരു മെട്രിക്സിൻ്റെ അലോക്കേഷൻ മെട്രിക്സിൻ്റെ ലാസ്റ്റ് റോയിൽ പ്ലേസ് ചെയ്യുക. ഇപ്പോൾ 5 പ്രോസസ്സ് ഉണ്ടെങ്കിൽ 6ാമത്തെ റോയിലായിട്ട് പ്ലേസ് ചെയ്യുക. അപ്പോൾ 10 ഉണ്ടെങ്കിൽ 11ാമത്തെ റോയിലായിട്ട് ഇതിനെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ആ പ്രോസസ്സാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ടോട്ടൽ റിസോഴ്സസ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് നമ്മൾ ഒരു ഫോർ ലൂപ്പ് എഴുതുന്നു. ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ചെയ്യുമ്പം കണ്ടുപിടിക്കുന്നത് ഒരു കോളമാണ് ഫുള്ള്, ഒരു n നമ്പർ ഓഫ് റോസിൽ ഒരു കോളമാണ് ആദ്യം ചെയ്യേണ്ടത്. ഓരോ കോളത്തിലെയും ടോട്ടൽ റോ ആഡ് ചെയ്ത് പോകുന്നു. ദെൻ അടുത്ത കോളത്തിലേക്ക് വരുന്നു, അതിലെ ടോട്ടൽ റോസ് ആഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഫുൾ റോ കഴിഞ്ഞിട്ടാണ് ഒരു കോളം മാറുന്നത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം അങ്ങനെ എഴുതുക. ഫോർ i is equal to 1, i less than or equal to NOR എന്ന് പറഞ്ഞാൽ റോ ബൈ റോ ആണ്. അതായത് നമ്മൾ റിസോഴ്സസ് ആണ് ഒരു ഫുള്ള് റോ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഒരു റിസോഴ്സ് ആഡ് ചെയ്യാൻ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് റിസോഴ്സസ് ദെൻ i++ കൊടുക്കും. ദെൻ അടുത്ത ലൂപ്പ് എന്ന് പറഞ്ഞാൽ 4. ഇവിടെ നമ്മൾ j is equal to 1, j less than or equal to number of process, അതായത് ഇത് അപ്പോൾ ഒരു റോയിലെ കംപ്ലീറ്റ് ഒരു കോളത്തിലെ കംപ്ലീറ്റ് റോസുമാണ് ആദ്യം ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ കോളം ഒന്ന് വയ്ക്കുന്നു, ദെൻ അതിൻ്റെ റോസ് ഫുൾ ആഡ് ചെയ്യുന്നു. റോസ് 1/1 ആയിട്ട് എടുക്കും. ഫോർ i is equal to n നമ്പർ ഓഫ് പ്രോസസ് j++. ഇതെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ സം കണ്ടുപിടിക്കുന്നു. ഇവിടെ സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അത് നമ്മൾ റിസോഴ്സിൻ്റെ സമ്മാണ്. എൻ്റെ r_sum എന്നുള്ള വേരിയബിൾ ഇനിഷ്യലി 0 ആക്കി വയ്ക്കുന്നു. അപ്പോൾ ആ r_sumൻ്റെ കൂടെ ഈ ഓരോ റിസോഴ്സസിൻ്റെയും ഓരോ പ്രോസസ്സിലിരിക്കുന്ന എണ്ണം നമ്മൾ ആഡ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ നമുക്കറിയാം ഇത് ഒന്നാമത്തെ കോളത്തിലെ ഒന്നാമത്തെ റോയിലെ ആദ്യത്തെ എലമെൻ്റാണ് എടുക്കുന്നത്. അപ്പോൾ r_sum is equal to r_sum പ്ലസ് ഈക്വൽ ടു അലോക്കേഷൻ. നമ്മൾ ഈ അലോക്കേഷൻ മെട്രിക്സിലുള്ള ഓരോന്നാണ് അലോക്കും ഓഫ്. ഇവിടെ നമ്മൾ റോ ആണ് ആദ്യം ഇൻക്രിമെൻ്റ് ചെയ്ത് പോകുന്നത്, ദെൻ കോളമാണ് ഇൻക്രിമെൻ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടേ കോളം ഇൻക്രിമെൻ്റ് ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ റോ ആണ് ആദ്യം ഇൻക്രിമെൻ്റ് ചെയ്യുന്നത്. ആദ്യം എക്സിക്യൂട്ട് ചെയ്ത് പോകുന്ന ലൂപ്പ് എന്ന് പറഞ്ഞാൽ j ആണ്. അപ്പോൾ അതിന് j ദെൻ i. r_sum is equal to r_sum പ്ലസ് അലോക്ക് ഓഫ് ji കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, ബ്രേസ് ഓപ്പൺ ചെയ്യണമെന്നില്ല.
അപ്പോൾ ഇത് ആണ് ഈ ഫോർ ലൂപ്പിനകത്ത്. അപ്പോൾ ഇന്നർ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ കറസ്പോണ്ടിങ് കോളത്തിൻ്റെ ഫുൾ സം എത്രയാണെന്നുള്ള അത് നമുക്ക് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അടുത്ത റോയിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. അപ്പോൾ അലോക്കേഷൻ്റെ അടുത്ത റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജെ ആണ് റോ ഇൻക്രിമെൻറ്റ്. അത് NOP, അതായത് 5 ആണെങ്കിൽ 5-ലെത്തി. ദെൻ ജെ ഒന്ന് ഇൻക്രിമെൻറ്റ് ജെ ഇവിടെ വരും. അപ്പം അലോക്ക് ഓഫ് ജെ I എന്ന് പറയുന്ന കോളത്തിലാണ് നിൽക്കുന്നത്. = R സം കൊടുക്കുക. അതിനെ അവിടെ അങ്ങ് പ്ലേസ് ചെയ്യുക. ആ വേരിയബിളിൻ്റെ വാല്യൂ അവിടെ അങ്ങ് പ്ലേസ് ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് ഇവന് കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ കറൻ്റിലി അവൈലബിൾ എത്രയെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ കറൻ്റിലി അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഞാനിത് ഫുള്ള് 0 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ അവൈലബിൾ കറൻ്റിലി ഇനിഷ്യലി ഉണ്ടായിരുന്ന ഇതാണ്. അതായത് 10 - ഈ 7 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. ആ പ്രോസസ്സ് കൂടെ ആദ്യം അടുത്ത് ചെയ്യുക. അപ്പോൾ നമ്മൾ അവൈലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേരിയബിൾ ഇവിടെ AVL BL ഓഫ് അല്ല അവൈലബിൾ അതൊരു അവൈലബിൾ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഡയമെൻഷൻ മെട്രിക്സ് ആണ്. അവൈലബിൾ ഓഫ് I = റിസോഴ്സ്. ഇത് നമ്മൾ റിസോഴ്സിനകത്ത് എവിടെ ഇരിപ്പുണ്ട്, ഓരോ റിസോഴ്സിലും ടോട്ടൽ കൗണ്ട്. റിസോഴ്സ് ഓഫ് I മൈനസ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ അലോക്ക് ഓഫ് J, I. ഇത് ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ അവൈലബിൾ മെട്രിക്സ് ഇതിനകത്ത് കിട്ടും. അവൈലബിൾ മെട്രിക്സ് നമുക്ക് മെട്രിക്സ് അല്ല, ഇതൊരു അറേ ആണ്. ആ അറേയുടെ വാല്യൂ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുക 332. ഈ രണ്ട് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തിരിക്കുന്ന വാല്യൂ 332 ആണ്. ഇനിഷ്യലി ഇരിക്കുന്ന വാല്യൂ 332 ആണ്. ഇത്രയും മനസ്സിലായി കാണുമല്ലോ. ഇനി നമ്മൾ ചെയ്യണത് നമ്മൾ അവൈലബിൾ മെട്രിക്സ് വരെ അറേ വരെ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നീഡ് മെട്രിക്സിൽ ഓരോ റിസോഴ്സസിൻ്റെ വാല്യൂസ് അവൈലബിളുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ഈ അവൈലബിൾ നമ്മൾ നീഡിനേക്കാൾ കൂടുതലാണെങ്കിൽ, എല്ലാ റിസോഴ്സസ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാം. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇതിങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം നീഡ് മെട്രിക്സിൻ്റെ ഓരോ എലമെൻറ്റും എടുത്തിട്ട് അവൈലബിളിൻ്റെ ഓരോ വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് സെയിം ആണ്. കാരണം ഇത് റിസോഴ്സസിൻ്റെ കൗണ്ടിനനുസരിച്ചിട്ടാണ് ഇത് മാറണം. ഇതും അതുപോലെ തന്നെ. അപ്പോൾ നീഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം ഇരിക്കുന്ന എലമെൻ്റ് എടുത്ത് അവൈലബിളിൻ്റെ ഫസ്റ്റ് എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എപ്പോഴെങ്കിലും നീഡ് ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ പിന്നെ നമ്മളങ്ങോട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവിടെ തീർന്നു. പിന്നെ നമ്മൾ കാര്യമില്ല. ഇത് കൂടുതലോ ഈക്വൽ ആവാം ഇതിനേക്കാൾ. ഒരു കാരണവശാൽ ഈ അവൈലബിളിനേക്കാൾ കൂടുതൽ നീഡ് ആവരുത്. ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഒരു റിസോഴ്സ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലാണ് വേണ്ടതെങ്കിൽ നമ്മൾ പിന്നെ അങ്ങോട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ 1 by 1 ആയിട്ട് ഇതിനേക്കാൾ കൂടുതലോ ഈ അവൈലബിൾ നീഡിനേക്കാൾ കൂടുതലോ ഈക്വൽ ആണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുകയാണ് for I is equal to 1, I less than or equal to NOP I plus plus.
അടുത്തത് ഫോർ j ഈസ് ഈക്വൽ ടു 1, j ലെസ് ദാൻ ഓർ ഈക്വൽ ടു NOR j പ്ലസ് പ്ലസ്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ ഐയുടെയും ജെയുടെയും ലൂപ്പ് എഴുതി. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ ഇഫ് അവൈലബിൾ ഓഫ് ജെ, അവൈലബിൾ ഓഫ് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ, ലെസ് ദാൻ, if available of j less than or equal to, അല്ല ലെസ് ഈക്വൽ ടു വരരുത്, ഈ ലെസ് ദാൻ ആണെങ്കിൽ, അവൈലബിൾ നീഡിനേക്കാൾ ലെസ് ദാൻ ആണെങ്കിൽ ബ്രേക്ക് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ AVL ഓഫ് ജെ ലെസ് ദാൻ നീഡ് ഓഫ് I, j ആണെങ്കിൽ, അത് അവൈലബിൾ നീഡിനേക്കാൾ കുറവാണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, ബ്രേക്ക് ചെയ്ത് കളയുക. ഈ ഒരു കണ്ടീഷൻ മാത്രമേ ആ ലൂപ്പിനകത്ത് ചെക്ക് ചെയ്യുന്നു. ഓരോ റിസോഴ്സസിൻ്റെയും കൗണ്ട് നീഡിനേക്കാൾ കുറവാണെങ്കിൽ, അവൈലബിൾ ആയിട്ടുള്ള കൗണ്ട് നീഡിനേക്കാൾ കുറവാണെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, അങ്ങോട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. എപ്പോഴും അവൈലബിൾ നീഡിനേക്കാൾ കൂടുതലോ ഈക്വൽ ആയിരിക്കണം. അപ്പം തിരിച്ചൊരു കണ്ടീഷൻ ആണെങ്കിൽ ഫെയിൽ ചെയ്ത് പോവുക. ഇതാണ് നമ്മൾ ഈ ലൂപ്പിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് സക്സസ്ഫുള്ളി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ അവൈലബിൾ ഇതിനേക്കാൾ കൂടുതലോ ഈക്വലോ ആണെന്നാണ് എൻ്റെ മീനിങ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് ഈ ഫോർ ലൂപ്പ് സക്സസ്ഫുള്ളി പുറത്തു പോയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ സക്സസ്ഫുള്ളി പുറത്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കണ്ടീഷൻ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു NOR വരെയാണ്. അപ്പോൾ ഈ ഈക്വൽ ടു NORൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും, ദെൻ ജെ ഇൻക്രിമെൻറ്റ് ചെയ്യും. ജെ എന്ന് പറഞ്ഞാൽ NOR+1 നിൽക്കുന്നത്. അതാണ് നമ്മൾ ഗ്രേറ്റർ ദാൻ NOR ആണെന്ന് ചെക്ക് ചെയ്യുക. ഇഫ് ജെ ഗ്രേറ്റർ ദാൻ NOR, നമ്പർ ഓഫ് റിസോഴ്സസിനേക്കാൾ കൂടുതലാണോ എന്ന് നോക്കുക ജെയുടെ വാല്യൂ. ആണെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ പ്രോസസ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യിക്കാൻ പറ്റും. ഇവിടെ വരുന്ന സമയത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതിനകത്തിരിക്കുന്ന റിസോഴ്സും ഇതും കൂടെ കമ്പയർ ചെയ്യുന്നു. ഈ അവൈലബിൾ ഇതിനേക്കാൾ കൂടുതലാണോ എന്ന് നോക്കും. കൂടുതലല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നു, P2ലേക്ക് പോകുന്നു. അവിടെ വരുമ്പോൾ ഇത് ചെക്ക് ചെയ്യുന്നു. ആദ്യം 1 3യേക്കാൾ ചെറുതാണെന്ന് നോക്കും, അല്ല വലുതാണെന്ന്, 1 3യേക്കാൾ വലുതാണെന്ന് നോക്കും. ആണെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പറയുക, ഇല്ലെങ്കിൽ കണ്ടിന്യൂ. ഇതിപ്പോൾ അല്ലാത്തതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ദെൻ 2 3യേക്കാൾ വലുതാണെന്ന് നോക്കുക, അല്ല, വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നു. ഈ 2നേക്കാൾ വലുതാണെന്ന് നോക്കുക, അല്ല, ഈക്വലാണ്. അപ്പോൾ വലുതല്ലാത്തത് കൊണ്ട് അത് ബ്രേക്ക് ചെയ്യത്തില്ല. അപ്പം ഈ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ 332 എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സിന് ബാധകമാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് റൺ ചെയ്യാൻ പറ്റും, ഈ പ്രോസസ്സിന് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഇവിടെ എങ്ങനെ കൊടുക്കുന്നു, ആദ്യം റൺ ചെയ്യുന്ന സേഫ് സീക്വൻസിൽ റൺ ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ P2 എന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ അത്രയും നമ്പർ ഓഫ് റിസോഴ്സസ് റിലീസാവും. അപ്പോൾ റിലീസാവും. ആ റിലീസ് ചെയ്തിരിക്കുന്ന ഇത് നമ്മൾ റിസോഴ്സസ് നമ്മൾ കറൻ്റ്ലി അവൈലബിളിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത 3 ആയിരുന്നു. ഈ 3യുടെ കൂടെ ഈ 2 ആഡ് ചെയ്ത് റിലീസ് ചെയ്ത് വന്നതാണ് ഈ 2 ആഡ് ചെയ്ത് 5 എന്നായി മാറി. ആ പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ നമ്മൾ സം കണ്ടുപിടിക്കണം. അവൈലബിളുണ്ട് നമ്മൾ പ്രോസസ്സിനെ റിലീസ് ചെയ്യുക അവൈലബിളിൻ്റെ കൂടെ റിലീസ് ചെയ്തിരിക്കുന്ന റിസോഴ്സിനെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ വേറൊരു വേരിയബിൾ ഉപയോഗിക്കുന്നു, k ഈസ് ഈക്വൽ ടു 1, k ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് റിസോഴ്സസ് k++. ഇവിടെ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ അവൈലബിൾ AVLBL k, അവൈലബിൾ k 1 പോയതുകൊണ്ട് k ഈസ് ഈക്വൽ ടു അവൈലബിൾ k
പ്ലസ് അലോക്കേഷനിലെ നമ്മൾ ith റോയിലെ kth വാല്യൂ എടുത്ത് പ്ലേസ് ചെയ്യും, ആഡ് ചെയ്യും. ഇവിടെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് ഇതാണ്, അതിൽ ഈ വാല്യൂ എടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇത് 3 എന്ന് പറഞ്ഞാൽ 5 ആയി മാറിയത്. ആ പ്രോസസ്സാണ് നമ്മളിവിടെ എഴുതിയത്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ കാണിച്ചു വന്നു, ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ കണ്ടില്ലേ സേഫ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ സേഫ് സീക്വൻസ് ഞാനിപ്പോൾ പ്ലേസ് ചെയ്യാൻ പോണത് നമ്മളെ നീഡ് മെട്രിക്സിൻ്റെ തൊട്ടടുത്ത കോളമായിട്ട് ഞാൻ പ്ലേസ് ചെയ്യുന്നു. ഫസ്റ്റ് കോളമായിട്ട് ഞാൻ പ്ലേസ് ചെയ്യുന്നു. ആദ്യം വരുന്ന ഇത് നമ്മൾ ഈ കറസ്പോണ്ടിങ് പ്ലേസിലല്ല വെക്കേണ്ടത്, ഏറ്റവും ടോപ്പിൽ. ഇതാണ് സേഫ് സീക്വൻസ്, എവിടെ നിന്നാണ് തുടങ്ങിപ്പോണത്. അപ്പോൾ ഈ റൺ ചെയ്യുന്ന പ്രോസസ്സ് ഐ ഡി കൊണ്ടുവന്നിട്ട് ഞാനിവിടെ എഴുതുന്നു നീഡ് മെട്രിക്സിൻ്റെ. ഇപ്പം 3 കോളം ഉണ്ടെങ്കിൽ 4ാമത്തെ കോളത്തിലാക്കി വെക്കുന്നു. ഇപ്പോൾ NOR കോളം ഉണ്ടെങ്കിൽ NOR+1 എന്ന് പറഞ്ഞ കോളത്തിനകത്തോട്ട് പ്ലേസ് ചെയ്യുന്നു. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പം നീഡ് ഓഫ് I, NOR+1 അകത്തോട്ട് NOR+1 നമ്മൾ ആ പ്രോസസ്സ് ഐ ഡി ആണ് വിളിക്കുന്നത്. ഐ ഡി എന്ന് പറഞ്ഞാൽ 1 I ആണ്, I വാല്യൂ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നീഡ് ഓഫ് I ഓഫ് NOR+1 എന്ന് പറയുന്നത് ഇത് നമ്മൾ പ്ലേസ് ചെയ്യണ എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ഈ പ്രോസസ്സ് ആൾറെഡി റൺ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് അലൊക്കേഷനകത്തോട്ടും ചെന്ന് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ ആ പ്രോസസ്സ് ആൾറെഡി റണ്ണാണ്, അടുത്ത പ്രോസസ്സിലേക്ക് പോകുക എന്നുള്ളതാണ് മെയിൻ. അപ്പോൾ ഇവിടെ നമ്മൾ ആ പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ ആദ്യം വരണതിന് മുമ്പ് അതിനകത്തുള്ള വാല്യൂ 0 ആണെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇഫ് നീഡ് ഓഫ് I, NOR+1 എന്ന് പറയുന്നത് 0 ആണെന്ന് ചെക്ക് ചെയ്യാം. ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ആഡ് ചെയ്യും. NOR+1 0 ആണെന്ന് ചെക്ക് ചെയ്യും. ഇപ്പോൾ ഇനിഷ്യലി അത് 0 ആണ്, മനസ്സിലായില്ലേ? 0 ആണ്. അവിടെ നമ്മളാണ് ആ പ്ലേസിനകത്തോട്ട് നമ്മളെ പ്രോസസ്സ് ഐ ഡി, കാരണം 0 എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാത്തിനും 0 ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് ഐ ഡി ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ പ്ലേസ് ചെയ്യുന്നു. ഇനി ആ നീഡിൻ്റെ, കാരണം നമുക്ക് സേഫ് സീക്വൻസ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രിൻ്റ് ഓഫ് ഏത് പ്രോസസ്സാണെന്നുള്ളത് നമ്മൾ കൊടുക്കുന്നു. %d ഒരു ആരോഗ്യം കൂടെ കൊടുക്കുകയാണ്. സെയിം സീക്വൻസിന് ഒരു ആരോഗ്യം കൂടെ കൊടുക്കുകയാണ് I. അപ്പോൾ ഇത്രയാണ് അതിനകത്ത് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിങ്ങനെ പോകുന്നു. ഓരോ പ്രോസസ്സ് എടുക്കുന്നു, ഇതിനകത്തുള്ള അവൈലബിൾ ചെക്ക് ചെയ്യുന്നു. ഇതിവിടെ ഇപ്പം നമുക്കറിയാം ഇത് ആദ്യം ഇവിടെയാണ് റൺ ചെയ്തിട്ട് ഇത് റണ്ണായി. അടുത്തപ്പം 532 വന്നു. 532 വന്നു കഴിഞ്ഞാൽ അടുത്ത 6 ആണ് ഇരിക്കുന്നത്, എടുക്കത്തില്ല. അടുത്ത 211 വന്നു. അടുത്ത നമ്മളെ പ്രോസസ്സ് റൺ ചെയ്യുന്നത് P4 ആണ്. അപ്പോൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. P4 ആണ്. ദെൻ അടുത്തത് P4 വന്നപ്പോൾ 741 ആയി. അപ്പം ആക്ച്വലി ഇത് റണ്ണായി, ഇതും റണ്ണായി, മനസ്സിലായില്ലേ? ഇത് റണ്ണായി. ഇനി നമ്മൾ നോക്കണമെന്ന് പറഞ്ഞാൽ 531 P4 കഴിഞ്ഞു. അടുത്ത് P5 ഈ പ്രോസസ്സ് എടുക്കുകയാണ്. ഈ പ്രോസസ്സ് 531 ആണ്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത് നമ്മൾ P5ലേക്ക് റണ്ണാകുമ്പോൾ ഇതും റണ്ണായി. ഇനി എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ വീണ്ടും ആദ്യം മുതൽ വന്ന് ഈ പ്രോസസ്സ് ഇവിടെ നോക്കുകയാണ്. P1 എന്ന് പറഞ്ഞ പ്രോസസ്സ് റണ്ണായോ, ഇവിടെ നടക്കുന്ന വാല്യൂ P2 ആണ്. അപ്പോൾ രണ്ടാമത്തെ പ്രോസസ്സാണ് ഈ 1 അല്ല, 1
അല്ല ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ 2 ആണ് ഇരിക്കുന്നത്. അപ്പോൾ 1 റണ്ണായിട്ടില്ല. അപ്പോൾ 1 ഈ ഇരിക്കുന്ന വാല്യൂ 0 അല്ലാത്തതുകൊണ്ട് ഇവിടെ വരുന്ന വാല്യൂ ഈ വാല്യൂ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസുകളാണ് ഇതിനകത്തിരിക്കുന്നതെങ്കിൽ ആ പ്രോസസ്സ് നമ്മൾ വീണ്ടും റൺ ചെയ്യുന്നു. P1 മനസ്സിലായില്ലേ? P1 റണ്ണായി. P1 റണ്ണായുമ്പോൾ 755 ആയി. അടുത്ത് നമ്മൾ നോക്കണം എന്താണ്, അപ്പോൾ ഇതും റണ്ണായി. അടുത്ത് P2 ഓൾറെഡി റണ്ണാണ്, കാരണം ഇവിടെ നോക്കുമ്പോൾ P2 T2 ഉണ്ട് അതിനകത്ത്. അടുത്ത് P3 വരിക്കും. P3 ഇതിനകത്തുണ്ടോ എന്ന് നോക്കും. P3 ഇല്ലാത്തതുകൊണ്ട് അത് റണ്ണി. ഇപ്പോൾ 600 ആണ്. അപ്പോൾ അത് നമുക്ക് റൺ ചെയ്യാൻ പറ്റും, കാരണം അതിൽ കൂടുതൽ എലമെൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ P3 1057 എന്ന്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ കൗണ്ട് എത്ര എണ്ണമായി? 5 എണ്ണമായി. 5 എണ്ണമായി കഴിഞ്ഞാൽ ഇതിലെല്ലാ പ്രോസസ്സും റൺ ചെയ്തു എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ അത്രയും ടൈംസ് നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ താഴെ പോയിട്ട് വീണ്ടും ആദ്യം മുതൽ വരണം. അപ്പോൾ ഈ പ്രോസസ്സാണ് കണ്ടിന്യൂ. അപ്പോൾ നമുക്ക് ഒരു കൗണ്ടർ ഇവിടെ വേണം, എത്ര എണ്ണം പോയി എന്നുള്ളൊരു കൗണ്ടർ ഇവിടെ വേണം. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിവിടെ ഒരു കൗണ്ടർ വേരിയബിൾ ചെക്ക് ചെയ്യാൻ ഇൻറ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 1 അല്ല, കൗണ്ട് ഈസ് ഈക്വൽ ടു 0 ആയി സെറ്റ് ചെയ്യുന്നു. ഇനിഷ്യലി 0 ആക്കി വയ്ക്കുന്നു. ഇതൊരു ലൂപ്പിനകത്ത് കിടക്കുകയാണ്, കാരണം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ആദ്യം മുതൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ while 1 ഒരു ഇൻഫിനിറ്റ് ലൂപ്പിലേക്ക് ഞാൻ കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞു, കാരണം താഴെ പോയിട്ട് വീണ്ടും ആദ്യം വരാൻ വേണ്ടിയിട്ടാണ് ഇൻഫിനിറ്റ് ലൂപ്പ് എന്ന് പറയുന്നത് ഈ while ലൂപ്പ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇഫിൻ്റെ എൽസ് പാർട്ടിൽ നമുക്ക് അത് അല്ല എങ്കിൽ ചെയ്യുന്നത് കൗണ്ടർ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് ആൾറെഡി റണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ 0 ആണിരിക്കുന്നത്, പ്രോസസ്സ് റണ്ണായിട്ടില്ല. ഇവിടെ 1 ആണിരിക്കുന്നത്, കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുക. ആ പ്രോസസ്സ് ആൾറെഡി റണ്ണാണെന്നാണ് എൻ്റെ മീനിങ്. അപ്പോൾ ഇത്രയാണ് ഈ while ലൂപ്പ് ഫോർ ലൂപ്പിനകത്ത് എഴുതാനുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത് ഇതൊരു while ഇൻഫിനിറ്റ് ലൂപ്പിൽ ആണ് കിടക്കുന്നത്. ഈ ഇൻഫിനിറ്റ് ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കൗണ്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോസസ്സിന് ഈക്വൽ ആയിരിക്കണം. NOP ആണെങ്കിൽ നമ്മളെ while ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് കളയുക. ഇതാണ് നമ്മളെ while ലൂപ്പ് ക്ലോസ് ചെയ്യുന്നു, മെയിൻ ക്ലോസ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം നമുക്കൊന്ന് ഉണ്ട്. ഓക്കെ, പ്രോഗ്രാം സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം, കമ്പൈൽ ചെയ്ത് നോക്കാം, എറർ ഉണ്ടോ എന്ന് നോക്കാം. എററൊന്നുമില്ല. ഇനി നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. .a.out നമുക്ക് ഈ സെയിം സാധനം കൊടുക്കാം. ടോട്ടൽ പ്രോസസ്സ് നമുക്കറിയാം 5 ആണ് ടോട്ടൽ പ്രോസസ്സ്. ടോട്ടൽ നമ്പർ ഓഫ് റിസോഴ്സസ് എത്രയെന്നുള്ളതാണ്, അത് നമുക്ക് 3 ആണ്. ഇനി ഓരോ അലോക്കേഷൻ മെട്രിക്സ് ആണ് കൊടുക്കുന്നത്. 0 1 0 then 2 0 0 then 3 0 2 then 2 1 1 then 0 0 2. അപ്പോൾ ഈ അലോക്കേഷൻ മെട്രിക്സ് കഴിഞ്ഞു. ഇനി മാക്സിമം റിസോഴ്സ് മെട്രിക്സ് ആണ് നമുക്ക് അടുത്ത് കൊടുക്കുന്നത്. 7 5 3 3 2 2 9 0 2 4 2 2 5 3 3. നമ്മളെ അലോക്കേഷൻ മാക്സിമം റിസോഴ്സ് മെട്രിക്സും നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ടോട്ടൽ ഇൻസ്റ്റൻസ് ആണ്. ഈ വാല്യൂ ആണ് നമുക്ക് 10 5 7. അപ്പോൾ R1 10 ആണ്, R2 5 ആണ്, R3 7 ആണ്. ഇത് വാല്യൂ കൊടുത്തു. പ്രോഗ്രാം ഒന്ന് ഹാങ്ങിലേക്ക് പോയിരിക്കുകയാണ്. നമുക്കിത് പ്രോഗ്രാം എന്താണെന്ന് നോക്കാം. പ്രോഗ്രാം
എഡിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഒരു പ്രോസസ്സ്, കാരണം J > R ആണെങ്കിൽ ഈ റിസോഴ്സസ് ഇതിനേക്കാൾ അവൈലബിൾ റിസോഴ്സസ് ഇതിനേക്കാൾ കൂടുതലാണ് ആണെങ്കിൽ ആ പ്രോസസ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മളൊരു കൗണ്ടറിന് ഇൻക്രിമെൻ്റ് ചെയ്യുക. കൗണ്ട് ഇവിടെ നമ്മൾ കൊടുക്കുക, കൗണ്ട് ++ ഇവിടെയും കൊടുക്കുക. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. Entry 0 1 0 0 1 0 2 0 0 3 0 2 അടുത്ത 2 1 1 0 0 2. അത് കഴിഞ്ഞു. ഇനി നമ്മൾ മാക്സിമം മാട്രിക്സ് ഈ വാല്യൂ എൻ്റർ ചെയ്യുക. 7 5 3 3 2 2 9 0 2 4 2 2 then 5 3 3. ഇനി നമ്മൾ ഈ വാല്യൂ ടോട്ടൽ ഇൻസ്റ്റൻസ് ഓഫ് റിസോഴ്സ് 10 5 7. വീണ്ടും ഹാങ്ങിലാണ് നിൽക്കുന്നത്. നമുക്ക് പ്രോഗ്രാം നോക്കാം. കൗണ്ട് ചിലപ്പോൾ അതിന് NOPയേക്കാൾ കൂടുതലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ == 2 നമുക്ക് ബ്രേക്ക് ചെയ്ത് കളയാം. അതും കൂടെ കൊടുത്ത് നോക്കാം. 5 3 0 1 0 2 0 0 3 0 2 2 1 1 0 0 2. അടുത്തത് മാക്സിമാണ് 7 5 3. അടുത്തത് 3 2 2. അടുത്ത 9 0 2 4 2 2 5 3 3 10 5 7. കണ്ടില്ലേ? നമുക്ക് നോക്കാം നമ്മളെ സേവ് സീക്വൻസ് ഇങ്ങനെയാണ് നോക്കാം. P2 then P4 P5 P1 P3. അത് തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. P2 P4 P5 P1 P3. അപ്പോൾ ഇതാണ് നമ്മുടെ സേവ് സീക്വൻസ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഈ ബാങ്കേഴ്സ് അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത എക്സ്പെരിമെൻ്റ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.